ശബ്ദമാണ് ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക എന്നുള്ള ശബ്ദം. ഞാൻ പൂർണ്ണമായി ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു, വളരെ അധ്വാനിച്ച് വളരെ പണം ചിലവഴിച്ച് ഇപ്രകാരം ഒരു കോൺഫറൻസ് ക്രമീകരിക്കുകയും ത്യാഗപൂർവം ഈ കോൺഫറൻസിൽ കടന്നു വന്ന് സംബന്ധിക്കുകയും ചെയ്തത് നിമിത്തം നോർത്ത് അമേരിക്കയിലുള്ള ദൈവസഭകളോടുള്ള ബന്ധത്തിൽ, ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ജനമായി ഈ നാളുകളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ നമുക്കിടയായി തീരുമെങ്കിൽ നമ്മുടെ ഈ കോൺഫറൻസ് ധന്യമായി തീർന്നു എന്നുള്ളതിന് സംശയമില്ലാത്ത വസ്തുതയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസഭ എന്നുള്ള നിലയിൽ, ദൈവത്തിന്റെ ജനം എന്നുള്ള നിലയിൽ നമുക്ക് മറ്റെന്താണ് ഈ തലമുറയിൽ നേടിയെടുക്കുവാനുള്ളത്? മറ്റൊന്നുമില്ല. ദൈവത്തിനായി ഒരുക്കപ്പെട്ട ജനമെന്നുള്ള ഒരു ടൈറ്റിൽ അല്ലാതെ അതിനേക്കാൾ വലിയതൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട്? സ്തോത്രം. ഈ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അന്തർഭാഗത്തുണ്ടാകേണ്ട ചിന്താഗതി എന്ന് പറയുന്നത്, എന്റെ ദൈവത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടവനായി, ഒരുക്കപ്പെട്ടവളായി ഞാൻ ഈ കോൺഫറൻസ് കഴിഞ്ഞു പോകുന്നു എന്നുള്ള ചിന്തയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്രയും ദിവസങ്ങൾ നാം ഒരുക്കത്തെ കുറിച്ച് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊരുക്കമാണ് പ്രിയമുള്ളവരെ വന്ന് സംഭവിച്ചിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തിനു ഒരുങ്ങിയെന്ന് ചോദിച്ചാൽ, ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നമ്മളെല്ലാം ഒരുങ്ങിയിരിക്കുക അല്ലേ? അതിനുള്ള ഒരുക്കം അത്യാവശ്യമൊക്കെ നമ്മൾ നടത്തിയിട്ടാണ് ഈ സഭായോഗത്തിന് കടന്നു വന്നത്. എന്നാൽ ഒരുങ്ങുവാൻ ഒത്തിരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അധികം ഒന്നുമില്ല. വിരലിൽ എണ്ണാവുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് തൊട്ട് പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, 2-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ ഒന്ന് വായിച്ചാട്ട് നമ്മുടെ ഒരുക്കം സംബന്ധിച്ച് നമുക്ക് എന്താണ് ആത്യന്തികമായി ചെയ്യുവാനുള്ളത്? വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. If a man therefore purge himself from these, നാം വായിക്കുന്നത്, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗപ്രദവുമായ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, be prepared for the master's use as a sanctified vessel, prepared for every good work. നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, ഉടമസ്ഥന് ഉപയോഗപ്രദമായ അല്ലെങ്കിൽ പ്രയോജനമുള്ള ഒരു മാനപാത്രമായി സകല സൽപ്രവർത്തികൾക്കും ഒരുങ്ങിയിരിക്കുവാനായിട്ട്. അതിലുപരിയായി യജമാനന് ഉപയോഗപ്രദമായ പാത്രത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ പാത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പരിശുദ്ധാത്മാവ് വിട്ടുപോകാതെ ആ വാക്യത്തിനകത്ത് ചേർത്തിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗപ്രദവുമായ ഒരു മാനപാത്രം.